എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിനും മധുസൂദനും പ്രിയപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ വൈശാഖ മാസം നാളെ സമാപിക്കുകയാണ്. ഒരു മാസം മുഴുവൻ നമ്മൾ പുലർത്തിപ്പോന്ന വ്രതശുദ്ധിയുടെയും ജപതപങ്ങളുടെയും സമർപ്പണത്തിന്റെയും പൂർണ്ണത കൈവരുന്ന അതിപാവനമായ നിമിഷമാണിത്. ഓരോ വീടിന്റെയും ഐശ്വര്യം അവിടുത്തെ അമ്മമാരാണ്. വിളക്കു തെളിയിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരമ്മയുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ വീട്ടിൽ സാക്ഷാൽ മഹാലക്ഷ്മി കുടികൊള്ളും എന്നാണ് വിശ്വാസം. ഈ വൈശാഖ പുണ്യകാലം വിട പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും അഭിവൃദ്ധിയും നിറയാൻ ഓരോ വീട്ടമ്മയും നാളെ ചെയ്യേണ്ട അതീവ പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഭഗവാനോട് മാപ്പിരക്കാനും വരും കാലം ഐശ്വര്യപൂർണമാക്കാനും ഈ അവസാന ദിനം എങ്ങനെ വിനിയോഗിക്കണം? ഭക്തിയോടെ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കേൾക്കുക. ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ആ പുണ്യ നിമിഷങ്ങൾക്കായി നമുക്കൊരുങ്ങാം. നാളെ വൈശാഖ മാസത്തിന്റെ ആ പുണ്യ സമാപ്തിയാണ്. നാളെ നാം പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ബ്രാഹ്മ മുഹൂർത്തത്തിലുള്ള ഉണർവ്. സൂര്യഭഗവാൻ ഉദിച്ചുയരുന്നതിന് മുൻപുള്ള ആ ശുഭമുഹൂർത്തത്തിൽ പ്രകൃതി പോലും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ആ സമയത്തുണരുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഭഗവാന്റെ ചൈതന്യത്തെ സ്വീകരിക്കാൻ കരുത്ത് നൽകുന്നു. നാളെ അതിരാവിലെ ഉണർന്ന് മനസാ വാച കർമ്മണ ഭഗവാൻ മാധവനെ സ്മരിക്കുക. അടുത്തതായി ഏറ്റവും പ്രധാനം സ്നാനമാണ്. വൈശാഖ മാസത്തിൽ ജലത്തിന് ഗംഗാതീർത്ഥത്തിന്റെ പരിശുദ്ധി ഉണ്ടെന്നാണ് വിശ്വാസം. നിങ്ങൾ പുണ്യ നദികളിൽ പോയി സ്നാനം ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് അത്യുത്തമം. എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ സ്നാനം ചെയ്യുന്നവരാണെങ്കിൽ ആ ജലത്തെ ഗംഗാതീർത്ഥമായി സങ്കല്പിക്കുക. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തിയോടെ ശിരസിൽ ജലമൊഴിക്കുമ്പോൾ നമ്മുടെ ജന്മജന്മാന്തര പാപങ്ങൾ കഴുകിപ്പോകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുക. വ്രതശുദ്ധിയോടെയുള്ള ഈ സ്നാനം വെറും ഒരു കുളിയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു ശുദ്ധീകരണമാണ്. ഈ പുണ്യവേളയിൽ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് സ്നാനം ചെയ്താൽ വൈശാഖ മാസത്തിന്റെ മുഴുവൻ പുണ്യവും നമ്മുടെ ഈ കുഞ്ഞു വീട്ടുമുറ്റത്ത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ദീപസമർപ്പണമാണ്. സന്ധ്യാസമയത്ത് സൂര്യഭഗവാൻ പടിഞ്ഞാറൻ കടലിൽ മറയുമ്പോൾ നമ്മുടെ വീടുകളിൽ മഹാലക്ഷ്മി എഴുന്നള്ളുന്ന നേരമാണ്. നാളെ വൈശാഖ മാസത്തിന്റെ അവസാന സന്ധ്യയാകുമ്പോൾ മനസ്സേകാഗ്രമാക്കി നമ്മുടെ പൂമുഖത്തും തുളസിത്തറയിലും ദീപം തെളിയിക്കുക. ആ നെയ്ത്തിരയുടെയോ എണ്ണത്തിരയുടെയോ വെളിച്ചം വെറും ഒരു കാഴ്ചയല്ല, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടകറ്റാനുള്ള പ്രാർത്ഥനയാണ്. അമ്മമാർ ദീപം തെളിയിക്കുമ്പോൾ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭക്തിപൂർവം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിക്കുക. വൈശാഖ മാസത്തിലെ അവസാന ദിനത്തിൽ തെളിയിക്കുന്ന ഈ ദീപത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മാസകാലം മുഴുവൻ നാം പ്രാർത്ഥിച്ചതിൻ്റെ ആകത്തുകയാണ് ആ ചൈതന്യം. ആ പ്രകാശം നമ്മുടെ കുടുംബത്തിലെ തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഭസ്മീകരിക്കുകയും വീടിൻ്റെ ഓരോ കോണിലും ഐശ്വര്യവും സമാധാനം നിറയ്ക്കുകയും ചെയ്യും. ഓർക്കുക, നിങ്ങൾ തെളിയിക്കുന്ന ആ ദീപനാളത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളുടെ മക്കൾക്കും വരും തലമുറയ്ക്കും ഒരു സംരക്ഷണ കവചമായി എന്നും കൂടെയുണ്ടാകും. നമ്മളിനി മൂന്നാമതായി നാം ചെയ്യേണ്ട കാര്യം വൈശാഖ മാസത്തിലെ ഏറ്റവും വലിയ പുണ്യപുരാണങ്ങൾ വാഴ്ത്തുന്ന ജലദാനമാണ്. ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജലദാനമാണ് എന്ന് ഭഗവാൻ തന്നെ അരുളിയിട്ടുണ്ട്. വൈശാഖ മാസത്തിന്റെ ആ സമാപന ദിനത്തിൽ ദാഹിച്ചു വരുന്ന ഒരു ജീവിക്ക് നൽകുന്ന ഒരു തുള്ളി വെള്ളം കോടി പുണ്യങ്ങൾക്ക് തുല്യമാണ്. ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് ദാഹിച്ചു വലയുന്ന പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒരു പാത്രത്തിൽ അല്പം ശുദ്ധജലം കരുതി വെക്കുന്നത് ഒരു വലിയ യജ്ഞമായി സങ്കല്പിക്കുക. നമ്മുടെ വീടിന്റെ തണലിലോ മുറ്റത്തോ ഒരു ചെറിയ മൺപാത്രത്തിൽ പക്ഷികൾക്കായി നിങ്ങൾ വെള്ളം വെക്കുമ്പോൾ അത് വെറും ഒരു സഹായമല്ല, മറിച്ച് പ്രകൃതിയിലെ ഈശ്വര ചൈതന്യത്തിന് നിങ്ങൾ നൽകുന്ന നൈവേദ്യമാണ്. ആ പക്ഷികൾ വെള്ളം കുടിച്ച് തൃപ്തി അടയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളെയും അകറ്റാൻ പ്രാപ്തിയുള്ളതാണ്. സാധിക്കുമെങ്കിൽ ദാഹിച്ചു വരുന്ന മനുഷ്യർക്കും കുളിർമയുള്ള ജലം നൽകി വരെ അവരെ സൽക്കരിക്കുക. ഈ വൈശാഖ സമാപ്തിയിൽ നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്കായി നാം ചെയ്യുന്ന ഈ ചെറിയ കരുണ ഭഗവാൻ നാരായണന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയ പൂജയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നാലാമതായും ഏറ്റവും അവസാനമായും നാം ചെയ്യേണ്ടത് സമർപ്പണമാണ്.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു മാസകാലം നമ്മൾ എടുത്ത എല്ലാ വ്രതങ്ങളും ചൊല്ലിയ മന്ത്രങ്ങളും പുലർത്തിയ ശുദ്ധിയും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈ സമർപ്പണത്തിലൂടെയാണ്. നാളെ വൈശാഖം വിട പറയുമ്പോൾ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കുക. ഭഗവാനെ, അറിഞ്ഞോ അറിയാതെയോ ഈ മാസകാലം ഞാൻ ചെയ്ത പ്രാർത്ഥനകളും കർമ്മങ്ങളും നിന്റെ പാദങ്ങളിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് വിനയത്തോടെ പറയുക. സ്നാനത്തിലൂടെയും ജപത്തിലൂടെയും നാം നേടിയ ആ പുണ്യം നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വിശാലമായ ചിന്തയോടെ നാം ഈ പുണ്യം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹന്ത ഇല്ലാതാവുകയും ഭഗവാന്റെ അളവറ്റ കാരുണ്യം നമ്മുടെ കുടുംബത്തിനു മേൽ വർഷിക്കുകയും ചെയ്യും. ഈ സമർപ്പണ ബുദ്ധിയോടെ വൈശാഖത്തെ യാത്രയാക്കുമ്പോൾ നമ്മുടെ മനസ്സൊരു പവിത്രമായ ക്ഷേത്രം പോലെ ശുദ്ധമാകും. തീർച്ചയായും ഈ ഒരു മാസകാലത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ ഉചിതമായ ഫലം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ പൂമുഖത്തെ തുളസിച്ചെടിയിൽ കൃഷ്ണ ചൈതന്യം നിറഞ്ഞു നിന്ന നാമജപങ്ങളാൽ വീടുകൾ ക്ഷേത്രങ്ങളായി മാറിയ ആ പുണ്യമാസം വൈശാഖം ഇതാ വിട പറയുകയാണ്. ഒരു മാസം എങ്ങനെ കടന്നുപോയി എന്ന് നമ്മൾ പോലും അറിഞ്ഞില്ല. ഓരോ പുലരിയിലും ഭഗവാനെ സ്മരിച്ച് നമ്മൾ ചെയ്ത ഓരോ കാര്യവും ആ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമായി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കളുടെ ഉയർച്ചയും ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും വീടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി കണ്ണീരോടെ നമ്മൾ നടത്തിയ ഓരോ പ്രാർത്ഥനയും ആ കാർവർണ്ണൻ കേൾക്കാതിരിക്കില്ല. നാളെ വൈശാഖം അവസാനിച്ചാലും നമ്മുടെ ഉള്ളിലെ ആ ഭക്തിയുടെ തിരുനാളം അണയാതെ സൂക്ഷിക്കണം. വൈശാഖമാസം പോയാലും നമ്മുടെ ഉള്ളിലെ മാധവൻ കൂടെ തന്നെ ഉണ്ടാകും. നാളെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മവും അതൊരു ദീപം തെളിയിക്കലാകട്ടെ, പക്ഷികൾക്ക് നൽകുന്ന ഒരു തുള്ളി വെള്ളമാകട്ടെ, അത് നിങ്ങളുടെ കുടുംബത്തിന്മേൽ ഭഗവാൻ വലിയൊരു അനുഗ്രഹമായി വർഷിക്കും. വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി സന്തോഷം നിറയാൻ ആ ഭഗവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വൈശാഖ പുണ്യം എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് കുറിച്ച് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഭഗവാന്റെ അളവറ്റ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.